റൈറ്റ് റൈറ്റ്. ആ അതെ 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 ആ ശരി ശരി അതെ. ആ ഓ ഇല്ല 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 അത് ശരി. ആഹാ ഓ ആ വെയിറ്റ് വെയിറ്റ് 18 കിലോ അല്ല അതെ അതെ ഓക്കെ കേട്ടില്ല. ഓക്കെ ആ സാറേ വെയിറ്റ് 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 18 കിലോ മൊത്തം. മൊത്തം 18 കിലോ ഓക്കെ കേട്ടില്ലേ? ഓക്കെ സാറേ 18 കിലോ കംപ്ലീറ്റ് 18 കിലോ. എന്താണോ എന്താ സാറ് വെയിറ്റ് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തെന്ന്? അല്ല 18 കിലോ സാറിന്റെ വെയിറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തന്റെ വെയിറ്റ് അല്ല ഞാൻ ചോദിച്ചത്, തന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാ മനസ്സിലായോ? അല്ല നിന്റെ വെയിറ്റ് അല്ല ഇവിടെ പറയേണ്ടത്. ഇന്റർവ്യൂവിന് വന്നാണോ? ഇന്റർവ്യൂവിന് വന്നാണോ? അതെ അതെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയോ? ഉത്തരം പറയാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. പാത്രത്തിൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. പാത്രത്തിലോ? അല്ല പത്രത്തിൽ കൊടുക്കുന്നതുകൊണ്ട് വന്നേ. ഞാനാ കൊടുത്തത്. ചോദിച്ചോട്ടെ എന്താ പേര്? എന്റെ പേര് പൗലോസ്. ഓ പൗലോസ്. ഓ പൗലോസ് അല്ല സാറേ, പി പൗലോസ്, പാട്ടത്തിൽ പൗലോസ്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേരേ ഉള്ളൂ, പൗലോസ്. ചേട്ടാ ഇത് ഭയങ്കര കഷ്ടമാണ്. എടോ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന്? മെമ്പർമാരായിട്ടാരും എല്ലാരും വോട്ടർമാരല്ലേ. എടോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? അങ്ങനെ ഞങ്ങൾ രണ്ടച്ഛനും രണ്ട് മക്കളും. രണ്ടച്ഛൻ രണ്ട് മക്കള്, അപ്പൊ 4 പേരല്ലേ? ഇല്ലല്ലോ, ഓൺലി 3 members, 3 പേരേ ഉള്ളൂ. രണ്ടച്ഛൻ രണ്ട് മക്കൾ എന്ന് പറയുമ്പോൾ 4 പേരായില്ലോ. സാറിന് കണക്ക് തെറ്റി, ഞാൻ പറയുന്നത് മനസ്സിലായി. ഒരച്ഛൻ എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ മോൻ്റെ അച്ഛനല്ലേ ഞാൻ, അപ്പൊ രണ്ടച്ഛന്മാരായ. ഓക്കെ കളിക്കൽ. ഓക്കെ രണ്ട് മക്കളെ, രണ്ട് മക്കള്. എൻ്റെ അച്ഛൻ്റെ മോനല്ലേ ഞാൻ, പിന്നെ എൻ്റെ മോനല്ലേ എൻ്റെ മോൻ, അപ്പൊ 2 മക്കളായില്ലേ. ഓക്കെ അപ്പൊ 2 2 3 കറക്റ്റ് കറക്റ്റ്. ഓക്കെ അപ്പൊ തനിക്ക് ഇവിടെ ജോലി കിട്ടി എന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്, ലീവ് ലെറ്ററാ. ഇവിടെ ജോലി കിട്ടിയെന്ന് വിചാരിച്ചാ മതി. അന്ന് ഇത് തന്നെന്ന് വിചാരിച്ചാ പോരെ. ഓക്കെ താൻ ഇവിടെ ജോയിൻ ചെയ്തു. തനിക്ക് ആദ്യത്തെ മാസം ഞാനൊരു 500 രൂപ ശമ്പളം തരും. 500 രൂപയോ? ഈ 500 രൂപ കൊണ്ട് ഇന്നത്തെ സാധന വിലയ്ക്ക് ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൂടി പറഞ്ഞതാ. അല്ല വീണ്ടും താൻ ഇവിടെ ജോലി ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്ത് കഴിയുമോ രണ്ടാമത്തെ മാസം താൻ ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയില്ല, ഞാൻ അത്രക്കാരനല്ല. എന്നെ അങ്ങനെ പറയില്ല സത്യം. ഞാൻ അങ്ങനെ താൻ ഏബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും സാറിനോട് കാണിക്കോട്ടെ, സാർ പറഞ്ഞു കുഴപ്പമില്ല. ഇവിടെ ഏബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച സമർത്ഥൻ ആണോ? പിന്നെ താൻ വൃത്തികെട്ടവൻ. താൻ ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ എനിക്ക് രണ്ടാമത്തെ മാസം സെക്കൻഡ് മന്ത് ഞാനൊരു 1000 രൂപീസ് സാലറി തരും. 1000 രൂപ. 1000 രൂപ. ഓക്കെ കറക്റ്റ് ആണല്ലോ. വീണ്ടും മൂന്നാമത്തെ മാസം താൻ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു പോകുന്നു. മൂന്നാമത്തെ മാസം താൻ കുറച്ചുകൂടി ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ തനിക്ക് 1500 രൂപീസ് 1500 രൂപ ശമ്പളം. അപ്പം ആദ്യത്തെ മാസം എനിക്ക് 500 വരും. 500 രൂപ. രണ്ടാമത്തെ മാസം ഞാനൊരു കേബിൾ ആവുകയാണെങ്കിൽ, കേബിൾ അല്ലടോ ഏബിൾ, അതാവുകയാണെങ്കിൽ എനിക്ക് 1000 രൂപ വരും. മൂന്നാമത്തെ മാസം എനിക്ക് 500 രൂപ 1500 വരും. കറക്റ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞോല. ഞാൻ പൈസ റെഡിയാക്കി വെച്ചിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ വരാം കേട്ടോ. എങ്ങടെ പോണത്? അല്ല എങ്ങോടെ പോണേ? അല്ല സാറ് പോകണം പറഞ്ഞു, പൈസ ഉള്ളെന്ന് പറഞ്ഞു. എടോ ഇനിയിപ്പോ ഇയാളെ കൊണ്ട് വലിയ പാടായില്ല. എന്താ സാറേ? എടോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറ. അപ്പൊ ഇത്ര നേരം ചോദ്യം അല്ലായിരുന്നോ? അയ്യോ ദൈവമേ, ഞാൻ ചോദിക്കുന്ന ചോദ്യം. 5 ചോദ്യം ചോദിക്കും. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്നെ കൊല്ലേണ്ട കാര്യം മിണ്ടാതെ ഇവിടെ നോളണം, മനസ്സിലായോ? മിണ്ടാതെ ഞാൻ പറഞ്ഞ കേട്ടിട്ട് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. 5 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേരെന്താണ്? KR നാരായണൻ. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം, എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര അടി ഉയരമുണ്ട്? ഏകദേശം 8000 അടി ഉയരം. കറക്റ്റ്, വെരി ഗുഡ്. താൻ ബ്രില്യന്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, വെരി ഗുഡ്, ബ്രില്യന്റ് ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. വെരി ഗുഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനും കൂടി താൻ ആൻസർ പറഞ്ഞാൽ തന്റെ ജോലി ഉറപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തനിക്ക് ഈ ജോലി കിട്ടണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ട്, പക്ഷേ സാറ് വിചാരിച്ചാൽ നടക്കും. ഓക്കെ, ഞാൻ MD കണ്ട തന്നെ കാര്യം പറഞ്ഞു. തെണ്ടി ആരോടോ MD? അന്നാ പോയി കണ്ടിട്ട് വാ. എന്ത് കഷ്ടപ്പാടാന്ന് നോക്കില്ലേ. നമസ്കാരം. ശരി, ഞാൻ പുറത്തുനിന്ന് ഇന്റർവ്യൂ കേട്ടല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഇന്റർവ്യൂവിന് വന്നാണ്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക്. ചോദ്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല മോനെ. വേണം ഞാൻ ഉത്തരങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ഓർഡർ ഉത്തരങ്ങൾ പറയൂ. പറഞ്ഞുതരാം. ഒന്ന് ഓർഡറിൽ പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഒന്നാമത്തെ ഉത്തരം KR നാരായണൻ. ആദ്യത്തിന് KR നാരായണൻ. രണ്ടാമത്തത് ഏകദേശം 8000 അടി ഉയരം. ഏകദേശം 8000 അടി ഉയരം. മൂന്നാമത്തെ മാസം ഇത് സംഭവം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടില്ല, ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത്തത് ഞാൻ കേട്ടു 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. അവസാനത്ത് പിന്നെ ഇഷ്ടമുണ്ട്, പക്ഷെ സാറ് വിചാരിച്ചാൽ നടക്കും. ആഗ്രഹമുണ്ട്, സാറ് വിചാരിച്ചാൽ നടക്കും. ഓക്കെ ശരി എന്നാ. പങ്കെടുക്കണേ.
നെക്സ്റ്റ് കാൻഡിഡേറ്റ് നമസ്കാരം. ഇന്റർവ്യൂന് 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടല്ലോ എനിക്കറിയാം. എങ്ങനെ PSCയുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് തന്നെ 5 ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം സാർ, ചോദിച്ചോളൂ. ചോദിക്കട്ടെ? Yes. എന്താ തന്റെ പേര്? KR നാരായണൻ. ദൈവമേ, എനിക്ക് എത്ര അടി ഉയരമുണ്ട്? ഏകദേശം 8000 അടി ഉയരം വരും. ഈശ്വര, നിന്റെ അച്ഛനാരാടാ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. നീ എന്നാടാ ജനിച്ചത്? 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. നിനക്ക് കുട്ടികൾ വല്ലവരും ഉണ്ടാ? ആഗ്രഹമുണ്ട്, സാർ വിചാരിച്ചാൽ നടക്കും.